ആദ്യ വാർത്ത ആരംഭിക്കുകയാണ്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പ്രളയാനന്തര പുനർനിർമ്മാണത്തിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്ന് ആരോപിച്ച് ഇന്ന് UDFന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധം. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലും മറ്റ് ജില്ലാ കേന്ദ്രങ്ങളിലും നടക്കുന്ന ഉപവാസ സമരത്തിൽ പ്രമുഖ നേതാക്കൾ പങ്കെടുക്കും. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ഉദ്ഘാടനം ചെയ്യുക. എറണാകുളത്ത് ഉമ്മൻചാണ്ടിയും കോഴിക്കോട്ട് മുല്ലപ്പള്ളി രാമചന്ദ്രനും മലപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടിയും സമരം ഉദ്ഘാടനം ചെയ്യും. അമൃതാനന്ദമയിക്കെതിരെയുള്ള വിമർശനം കടുപ്പിച്ചു CPM. RSS പരിപാടിയിൽ അമൃതാനന്ദമയി പങ്കെടുത്തത് തെറ്റായി പോയെന്നും മഠം രാഷ്ട്രീയത്തിൽ ഇടപെടരുതെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. അമൃതാനന്ദമയിയെ അധിക്ഷേപിച്ചെന്ന ആരോപണം ശക്തമാകുന്നതിനിടെയാണ് കോടിയേരി ബാലകൃഷ്ണൻ വിമർശനം ആവർത്തിച്ചത്. ആ പരിപാടിയിൽ മാതാ അമൃതാനന്ദമയെ പോലുള്ള ഒരു മഹത് വ്യക്തി പങ്കെടുക്കുമ്പോൾ അതൊരു തെറ്റായ സന്ദേശം സമൂഹത്തിന് കൊടുക്കില്ലേ? അതുകൊണ്ട് ഇത്തരത്തിലുള്ള മഹത് വ്യക്തികൾ ഒരു നിലപാട് സ്വീകരിച്ചാൽ, നമ്മളതിനെ എതിർക്കാതിരുന്നാൽ എന്ത് ധരിക്കും? മാതാ അമൃതാനന്ദമയി എടുത്ത നിലപാടാണ് ശരി എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിക്കും. 11 വർഷം മുമ്പ് സ്ത്രീ പ്രവേശനത്തെ പിന്തുണച്ച അമൃതാനന്ദമയി ഇപ്പോൾ നിലപാട് മാറ്റിയത് RSS പറഞ്ഞിട്ടാണോ എന്നും കോടിയേരി. ശബരിമല അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. അതുകൊണ്ട് സ്ത്രീകൾ അങ്ങോട്ട് പോയാൽ ബ്രഹ്മചര്യം നഷ്ടപ്പെട്ടു പോകും എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ശബരിമലയിലേക്ക് സ്ത്രീകളെ പ്രവേശിപ്പിക്കാത്തത്. മാതാ അമൃതാനന്ദമയി ഒരു നൈഷ്ഠിക ബ്രഹ്മചാരിണിയല്ലേ? മാതാ അമൃതാനന്ദമയിയുടെ അടുത്ത് എല്ലാ പ്രായപരിധിയിലുംപ്പെട്ട സ്ത്രീകളും പുരുഷന്മാരും സന്ദർശിക്കാറില്ലേ? എന്നിട്ട് ബ്രഹ്മചര്യത്തിന് വല്ല അപകടവും സംഭവിച്ചോ? അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്ത TP സെൻകുമാറിനെയും ചിദാനന്ദപുരിയെയും കോടിയേരി വിമർശിച്ചു. അയ്യപ്പ സംഗമം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സംഗമമായി മാറ്റിയെന്നും സ്വാമിമാരെ കൊണ്ട് രാഷ്ട്രീയം പറയിച്ചെന്നും കോടിയേരി. മുഖ്യമന്ത്രിക്കെതിരായും മന്ത്രിമാർക്കെതിരായും സ്വാമിജി ആക്രോശിക്കുന്നത് കണ്ടില്ലേ? ഇതാണോ സ്വാമിമാരുടെ പരിപാടി? രാഷ്ട്രീയ പ്രസംഗ പരിപാടിയാണോ സ്വാമിമാർ ഏറ്റെടുത്തിട്ടുള്ളത്? കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രസംഗമാണ് ചിദാനന്ദപുരി സ്വാമി നടത്തിയത്. അമൃതാനന്ദമയി RSSുമായി അടുക്കുന്നത് BJPക്ക് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുമെന്ന തിരിച്ചറിവിലാണ് തുടക്കത്തിലെ അത് പ്രതിരോധിക്കാനുള്ള CPM ശ്രമം. ന്യൂസ് 18 തിരുവനന്തപുരം. UDFൽ മാത്രമല്ല LDFലും കോട്ടയം തർക്കവിഷയമാവുകയാണ്. ജനതാദൾ S മത്സരിക്കുന്ന മണ്ഡലം തിരിച്ചു വേണമെന്ന CPM ജില്ലാ കമ്മിറ്റിയുടെ ആവശ്യമാണ് LDFൽ തർക്കത്തിന് തുടക്കമിടുന്നത്. രാജ്യസഭാ സീറ്റ് ലഭിച്ചപ്പോൾ ഒളിച്ചോടിയ ജോസ് കെ മാണി കബളിപ്പിച്ചുവെന്ന വികാരം വോട്ടർമാർക്കിടയിൽ ശക്തമാണെന്നും ഇത് മുതലെടുക്കാമെന്നുമാണ് CPM കണക്കുകൂട്ടുന്നത്. ജയസാധ്യതയില്ലെന്ന കണക്കുകൂട്ടലിലാണ് ജോസ് കെ മാണി ലോക്സഭാ കാലാവധി പൂർത്തിയാകും മുൻപ് രാജ്യസഭയിലേക്ക് ചേക്കേറിയത്. ജോസ് കെ മാണി വഞ്ചിച്ചു എന്ന വികാരമാണ് മണ്ഡലത്തിലുള്ളത്. ഈ വികാരം മുതലെടുക്കാൻ CPM നേരിട്ടിറങ്ങിയാൽ എളുപ്പം സാധിക്കും. ഇങ്ങനെ കോട്ടയം തിരിച്ചു ചോദിക്കാൻ CPM ജില്ലാ നേതൃത്വത്തിന് കാരണങ്ങളേറെയാണ്. ഈ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ജനതാദൾ Sൽ നിന്ന് സീറ്റ് തിരികെ വാങ്ങണമെന്ന ആവശ്യം ശക്തിപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത് ജനതാദളിലാണ്. അവർ ഈ പ്രാവശ്യം സീറ്റ് എടുക്കുന്നുണ്ടോ, അതല്ല CPIന് കൊടുക്കുകയാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഘടകകക്ഷി കൊടുക്കുകയാണോ? ഇത്തരം കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റിയാണ്. സ്വാഭാവികമായി അവർ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ മാത്രമേ നമുക്കതിലെന്തെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ടുള്ളൂ. സുരേഷ് കുറുപ്പ് 4 തവണ കോട്ടയത്ത് നിന്നും ലോക്സഭയിലെത്തിയിരുന്നു. രാജ്യസഭാ സീറ്റ് കോൺഗ്രസിൽ നിന്നും സമ്മർദ്ദത്തിലൂടെ കേരള കോൺഗ്രസ് M നേടിയെടുത്തത് കോട്ടയത്തെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ കടുത്ത പ്രതിഷേധത്തിന് കാരണമായിരുന്നു. ഈ സാഹചര്യവും അനുകൂലമാകും. ഇടതുമുന്നണിയുടെ മുഖ്യ പ്രചരണായുധവും ഇത് തന്നെ. അങ്ങനെ നമ്മളെ അവഹേളിച്ചുകൊണ്ടും വഞ്ചിച്ചിട്ടും രാജിവെച്ചു പോയി, മറ്റ് തൻ്റെ സുരക്ഷിതത്വം നോക്കിപ്പോയി ഇത്രയേറെ വെല്ലുവിളി. അവർ വീണ്ടും ജനങ്ങളെ കളിപ്പിക്കാൻ വന്നാൽ ജനങ്ങൾ സമ്മതിക്കുക. അതുകൊണ്ട് ഇത് ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ തുറന്നു പറഞ്ഞു. അപ്പം തന്നെ ഇപ്പോഴും ഞങ്ങളത് ശീകരിച്ചുകൊണ്ടിരിക്കുന്നു. മണ്ഡലം തിരിച്ചെടുത്താൽ ആര് മത്സരിക്കുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. പൊതുസ്വീകാര്യൻ എന്നതാണ് പാർട്ടി പരിശോധിക്കുന്ന മറ്റൊരു നിർദ്ദേശം. G ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. കേരളത്തിൽ വിജയ സാധ്യതയുണ്ടെന്ന് കരുതുന്ന ലോക്സഭാ മണ്ഡലങ്ങളിൽ കൂടുതൽ ശ്രദ്ധയൂന്നാൻ ഉറച്ച BJP. കേന്ദ്ര നേതൃത്വം നടത്തിയ സർവേയിൽ വിജയസാധ്യതയുണ്ടെന്ന് വിലയിരുത്തുന്ന 4 മണ്ഡലങ്ങൾക്കായി പ്രത്യേക തെരഞ്ഞെടുപ്പ് പദ്ധതി ഒരുക്കാനാണ് BJP നീക്കം. പാർട്ടി നേതാക്കളെ മത്സരിപ്പിക്കുന്നതിന് പകരം പരമാവധി പൊതു സ്വതന്ത്രരെ രംഗത്തിറക്കാനാണ് പദ്ധതി.
കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കനുസരിച്ച് 8 ലോക്സഭാ മണ്ഡലങ്ങളിൽ 2 ലക്ഷമോ അതിനടുത്തോ വോട്ട് നേടാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. ശബരിമല ഉണ്ടാക്കിയ അനുകൂല സാഹചര്യങ്ങളും ചേരുമ്പോൾ ഇത്തവണ ഈ മേഖലയിൽ വിജയസാധ്യതയാണ് BJP നേതൃത്വം കാണുന്നത്. കേന്ദ്ര നേതൃത്വം നടത്തിയ സർവേയിൽ സംസ്ഥാനത്തെ 4 ലോക്സഭാ മണ്ഡലങ്ങളിൽ വിജയ സാധ്യതയെന്ന് വിലയിരുത്തുന്നു. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, തൃശൂർ മണ്ഡലങ്ങളാണിത്. ശബരിമല സമരം കൊണ്ട പശ്ചാത്തലത്തിൽ നടത്തിയ സർവേയിലാണ് ഈ വിലയിരുത്തൽ. വിജയസാധ്യത വിലയിരുത്തിയ മണ്ഡലങ്ങൾക്കായി പ്രത്യേക പദ്ധതി തയ്യാറാക്കും. ഈ മണ്ഡലങ്ങളിൽ കൂടുതൽ ശ്രദ്ധയൂന്നാനാണ് BJP കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം. സ്ഥാനാർത്ഥി നിർണയത്തിലും പതിവ് രീതി ഇത്തവണയുണ്ടാവില്ല. പാർട്ടി നേതാക്കളെക്കാൾ പൊതുസമ്മതരെ കണ്ടെത്താനാണ് ശ്രമം. ശബരിമല സമരത്തിന് പിന്നാലെ സംഘപരിവാറുമായി അടുത്ത പ്രമുഖരെയെല്ലാം BJP ലക്ഷ്യം വെക്കുന്നു. തിരുവനന്തപുരത്ത് ദേശീയ തലത്തിൽ നിന്ന് തന്നെ VIP സ്ഥാനാർത്ഥി എത്താനുള്ള സാധ്യതയും BJP കേന്ദ്രങ്ങൾ തള്ളിക്കളയുന്നില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് നിലയും ഇപ്പോഴത്തെ അനുകൂല രാഷ്ട്രീയ സാഹചര്യങ്ങളും ചേരുമ്പോൾ ഇത്തവണ തീർച്ചയായും ലോക്സഭയിലേക്ക് അക്കൗണ്ട് തുറക്കാമെന്ന് തന്നെയാണ് BJPയുടെ അവസാനവട്ട പ്രതീക്ഷയും. ശബരിമല സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടി ആയതിനാൽ സംസ്ഥാനത്ത് നിന്ന് ഇത്തവണ അക്കൗണ്ട് തുറക്കേണ്ടത് BJP കേന്ദ്ര നേതൃത്വത്തിന്റെ കൂടി അഭിമാന പ്രശ്നമാണ്. തിരുവനന്തപുരത്ത് നിന്നും TG സജിത്, ന്യൂസ് 18. താൽക്കാലിക നിയമന കാലാവധി പെൻഷന് പരിഗണിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ KSRTC നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ഹൈക്കോടതി ഉത്തരവ് നടപ്പിലായാൽ അടച്ചുപൂട്ടേണ്ടി വരുമെന്ന് അറിയിച്ച് KSRTC കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. നിലവിൽ പ്രതിമാസം 110 കോടി രൂപ നഷ്ടത്തിലാണ് പ്രവർത്തനമെന്നും ഉത്തരവ് നടപ്പിലാക്കിയാൽ 420 കോടിയോളം അധിക ബാധ്യത വരുമെന്നുമാണ് കോർപ്പറേഷന്റെ വാദം. കേസിൽ സംസ്ഥാന സർക്കാരിനെ കക്ഷി ചേർത്തിരുന്നു. നഷ്ടത്തിലാണെങ്കിൽ KSRTC അടച്ചുപൂട്ടണമെന്ന് സുപ്രീം കോടതി നേരത്തെ നിരീക്ഷിച്ചിരുന്നു. പുനർനിയമനം ആവശ്യപ്പെട്ട് KSRTCയിൽ മുൻ എംപാനൽ ജീവനക്കാരുടെ സമരം ഇന്ന് 3ാം ദിവസത്തിലേക്ക്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന ശയന പ്രദർശനത്തിൽ സ്ത്രീകളടക്കം നിരവധി പേരാണ് പങ്കെടുക്കുന്നത്. വരും ദിവസങ്ങളിൽ നിയമസഭയ്ക്ക് മുന്നിലേക്ക് സമരം വ്യാപിപ്പിക്കാനാണ് സമരക്കാരുടെ നീക്കം. നടിയെ ആക്രമിച്ച കേസിൽ പ്രധാന തെളിവായ മെമ്മറി കാർഡിന്റെ പകർപ്പിനായി ദിലീപ് നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ഹർജിയിൽ സംസ്ഥാന സർക്കാർ സത്യവാങ്മൂലത്തിന് മറുപടി നൽകാൻ കൂടുതൽ സമയം വേണമെന്നും അതിനാൽ വാദം കേൾക്കുന്നത് ഒരാഴ്ചത്തേക്ക് നീട്ടണമെന്നും ആവശ്യപ്പെട്ട് ദിലീപ് കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. വാദം നീട്ടുകയാണെങ്കിൽ അടുത്ത മാസം 12-ന് ശേഷമേ ലിസ്റ്റ് ചെയ്യാവൂ എന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടും. ദിലീപിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്തക്കിയും സർക്കാരിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ ഹരേൻ P. റാവലുമാണ് കോടതിയിൽ ഹാജരാവുക. പത്മനാഭസ്വാമി ക്ഷേത്രം കേസിന്റെ അന്തിമ വാദം സുപ്രീം കോടതിയിൽ ഇന്ന് ആരംഭിച്ചേക്കും. ജസ്റ്റിസുമാരായ UU ലളിത്, MR ഷാ എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് അന്തിമവാദം കേൾക്കുക. പത്മനാഭസ്വാമി ക്ഷേത്രം കേസിലെ അമിക്കസ് ക്യൂറി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ട് മുൻ സോളിസിറ്റർ ജനറൽ ഗോപാൽ സുബ്രഹ്മണ്യം നൽകിയ കത്ത് സുപ്രീം കോടതി ഇന്ന് പരിഗണിച്ചേക്കും. നവംബർ 25-നാണ് ഗോപാൽ സുബ്രഹ്മണ്യം കത്ത് കൈമാറിയത്. വ്യക്തിപരമായ അസൗകര്യം കാരണം അമിക്കസ് സ്ഥാനം ഒഴിയാൻ അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടാണ് കത്ത് നൽകിയിരിക്കുന്നത്. പുരി ജഗന്നാഥ ക്ഷേത്ര കേസിലും ഗോപാൽ സുബ്രഹ്മണ്യം അമിക്കസ് ക്യൂറി സ്ഥാനം ഒഴിഞ്ഞിരുന്നു. വോട്ടിംഗ് യന്ത്രങ്ങൾ ഹാക്ക് ചെയ്തു എന്ന് അവകാശപ്പെട്ട വിവാദ കമ്പ്യൂട്ടർ വിദഗ്ധൻ സയ്യിദ് ഷൂജ ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ ജോലി ചെയ്തിട്ടില്ലെന്ന് കമ്പനി വൃത്തങ്ങൾ. വോട്ടിംഗ് യന്ത്രം നിർമ്മിച്ച ECIL ടീമിൽ താൻ അംഗമായിരുന്നുവെന്ന് സയ്യിദ് ഷൂജ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഈ പേരിൽ ആരും ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ ജോലി ചെയ്തിട്ടില്ലെന്ന് കമ്പനി MD സഞ്ജയ് ചോധെ പറഞ്ഞു. ആരോപണം ഉന്നയിച്ച US ഹാക്കർക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡൽഹി പോലീസിൽ പരാതി നൽകിയിരുന്നു. വിവാദം കോൺഗ്രസിന്റെ രാഷ്ട്രീയ നാടകമാണെന്ന ആരോപണം BJP ശക്തമാക്കി. ബംഗാളിൽ BJPയുടെ റാലി തുടർന്നു. ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ഇന്ന് ബിർഭൂമിലും ജാർഗ്രാമിലും റാലികളെ അഭിസംബോധന ചെയ്യും. ഇന്നലെ മാൽഡയിൽ നടന്ന റാലിയിൽ മമതാ സർക്കാരിനെതിരെ അമിത്ഷാ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. സംസ്ഥാനത്ത് രാഷ്ട്രീയ കൊലപാതകങ്ങൾ തുടർക്കഥയാകുന്നതായി അമിത്ഷാ കുറ്റപ്പെടുത്തി. കമ്മ്യൂണിസ്റ്റ് ഭരണത്തെക്കാൾ മോശമാണ് മമതയുടേതെന്നും അദ്ദേഹം ആരോപിച്ചു. 15ാമത് ഭാരതീയ പ്രവാസി ദിവസ് സമ്മേളനം ഇന്ന് വാരണാസിയിൽ സമാപിക്കും. സമാപന സമ്മേളനത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പങ്കെടുക്കും. പ്രവാസി ഭാരതീയ സമ്മാൻ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. 3 ദിവസത്തെ സമ്മേളനത്തിൽ മൗറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിന്ദ് ജുഗ്നാഥ്, നോർവേ പാർലമെന്റ് അംഗം ഷിമാൽഷു ഗുലാത്തി തുടങ്ങിയവർ പങ്കെടുത്തിരുന്നു. ഈ വിസ സമ്പ്രദായം നടപ്പാക്കൽ, ടൂറിസം വികസനത്തിനായി പ്രവാസികൾക്ക് തീർത്ഥാടന സംവിധാനം തുടങ്ങി പ്രവാസി ക്ഷേമ പദ്ധതികൾ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. തുടരുന്നു ഫ്ളാറ്റ് തട്ടിപ്പ്.
ഹീര ഗ്രൂപ്പിന്റെ പലിശരഹിത നിക്ഷേപ തട്ടിപ്പിന് പ്രവാസികളും ഇരയായി. ഇന്ത്യയിലെ ബിസിനസ് വളർച്ച ബോധ്യപ്പെടുത്തിയ ശേഷമായിരുന്നു നിക്ഷേപങ്ങൾ സ്വീകരിച്ചത്. ഹീര ഗ്രൂപ്പ് ഉടമ നൌഹീരിക്കെതിരെ തെലങ്കാന പോലീസ് പുതിയ FIR രജിസ്റ്റർ ചെയ്തു. സ്വർണ്ണക്കട്ടകളുടെയും സ്വർണ്ണത്തരികളുടെയും ബിസിനസ്സിലൂടെ കോടികൾ ലാഭം കൊയ്തുവെന്ന് പ്രചരിപ്പിച്ചാണ് പ്രവാസികൾക്കിടയിൽ ഹീര ഗ്രൂപ്പ് ഇടപാടുകൾ നടത്തിയത്. വിശ്വാസ്യത ഉറപ്പിക്കാൻ വിവിധ രാജ്യങ്ങളിൽ ഓഫീസുകളും തുറന്നു. ഇസ്ലാമികമായ ബിസിനസ്സിലൂടെ 40 മുതൽ 60% വരെ ലാഭവിഹിതമെന്ന വാഗ്ദാനമാണ് ആളുകളെ ആകർഷിച്ചത്. കേരളത്തിലെ ഹീര ഗ്രൂപ്പിന്റെ തട്ടിപ്പുകൾ പുറത്തുവന്നതോടെയാണ് പണം നഷ്ടപ്പെട്ട പ്രവാസികളും നാട്ടിലുള്ള നിക്ഷേപകരുമായി ബന്ധപ്പെട്ടത്. പണം നൽകിയതിന് തെളിവായി നിക്ഷേപകരുടെ കയ്യിൽ ആകെയുള്ളത് ഹീര ഗ്രൂപ്പ് നൽകിയ യൂണിറ്റ് പർച്ചേസ് രസീത് മാത്രമാണ്. നിലവിലെ പരാതിക്കാരായ 17 പേർക്ക് പുറമെ തട്ടിപ്പിനിരയായ കൂടുതൽ ആളുകൾ ഹീര ഗ്രൂപ്പിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. അവസാനം പറയുന്നത് പൈസ കിട്ടും, 3 മാസം കൂടുമ്പോൾ തരും. ഞങ്ങൾ സ്കീം മാറ്റിയിട്ടുണ്ട്. ഇതുവരെ ഓരോ മാസം ബെനിഫിറ്റ് വരുന്നത് ഇനി മുതൽ 3 മാസം കൂടുമ്പോഴേ ബെനിഫിറ്റ് വരുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ അത് പറഞ്ഞിട്ടും ഇപ്പം 9 മാസമായി ഇതുവരെ കിട്ടിയിട്ടില്ല. അതിൻ്റെ ഇടയിലാണ് അവളെ അറസ്റ്റ് ചെയ്തത്. അതിനിടെ ഹീര ഗ്രൂപ്പ് ഉടമ നൌഹീര ഷെയ്ഖിനെതിരെ തെലങ്കാന ചന്ദ്രായനഗുട്ട പോലീസ് പുതിയ കേസെടുത്തു. പ്രൊട്ടക്ഷൻ ഓഫ് ഡെപ്പോസിറ്റേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരമാണ് പുതിയ FIR. പ്രദീപ് നാരായണൻ, ന്യൂസ് 18, കോഴിക്കോട്. ഫ്ളാറ്റ് തട്ടിപ്പിൽ ആരോപണം നേരിടുന്ന സ്ഥാപനം വീണ്ടും വാഗ്ദാനം നൽകി ആളുകളെ വലയിലാക്കുന്നു. പണം നൽകി വർഷങ്ങളായവർക്ക് പോലും ഫ്ളാറ്റ് നൽകാൻ കഴിയാത്ത കാക്കനാട്ടെ ജെയിൻ ഗ്രൂപ്പാണ് വീണ്ടും മോഹന വാഗ്ദാനങ്ങൾ നൽകുന്നത്. എറണാകുളം ഇൻഫോ പാർക്കിന് സമീപം ജെയിൻ ഗ്രൂപ്പിന്റെ 8 ഫ്ളാറ്റുകളിൽ പണി പൂർത്തിയായത് 2 മാത്രം. 13 വർഷം മുൻപ് മുഴുവൻ തുകയും നൽകിയവർക്ക് പോലും ഇനിയും ഫ്ളാറ്റുകൾ ലഭിച്ചിട്ടില്ല. ന്യൂസ് 18 ഇത് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോഴും ജെയിൻ ഗ്രൂപ്പിന്റെ വാഗ്ദാനങ്ങൾക്ക് കുറവില്ല. പരാതിക്കാർ ഏറെയുള്ള അതേ പ്രൊജക്ടിൽ ഫ്ളാറ്റ് ആവശ്യപ്പെട്ട് ജെയിൻ ഹൌസ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടപ്പോൾ പണം നൽകിയാലുടൻ രജിസ്ട്രേഷൻ എന്ന് വാഗ്ദാനം. ഫയർഫോഴ്സിൽ നിന്ന് NOC 3 മാസത്തിനുള്ളിൽ ലഭിക്കുമെന്നും കൊച്ചിയിലെ ജെയിൻ ഹൌസ് ഗ്രൂപ്പ് അധികൃതർ പറയുന്നു. നമ്മുടെ ഫ്ലാറ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്താൽ അത് മാഡത്തിന്റെ സ്വന്തമായി മാറുന്നു. ഒരേ ഒരു ഇത് വന്നാൽ നമ്മുടെ ഒരു അപ്രൂവൽ കിട്ടാനുണ്ട്. ഫയറിന് പറഞ്ഞിട്ട് ഫയറിന്റെ അപ്രൂവൽ കിട്ടിയ ഒരു മാക്സിമം 1.5 month. അപ്പോൾ ആ ഒരു ടൈം ബേസ് മാത്രം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എമൗണ്ട് തരുമ്പോൾ എങ്ങനെയാ ഡോക്യുമെന്റ്സും ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? രജിസ്ട്രേഷനും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ രജിസ്ട്രേഷൻ നമുക്കൊക്കെ നടത്തുന്നുണ്ട്. നമുക്ക് ഫ്ളാറ്റ് നമ്പറോ അനുബന്ധ രേഖകളോ സൗകര്യങ്ങളോ ഇല്ലെന്ന് ഉപഭോക്താക്കൾ പരാതിയുമായി എത്തിയ ഫ്ളാറ്റിനെ കുറിച്ചാണ് ഈ അവകാശവാദം. ഉപഭോക്താക്കളുടെ പരാതികൾ ജെയിൻ ഹൌസ് ഗ്രൂപ്പ് നിഷേധിക്കുകയാണ്. ഫ്ളാറ്റിനായി ബുക്ക് ചെയ്തവർക്ക് കൃത്യസമയത്ത് ഫ്ളാറ്റ് നൽകുന്നുണ്ടെന്ന് പറഞ്ഞ അധികൃതർ പക്ഷേ അത് ക്യാമറയ്ക്ക് മുന്നിൽ പറയാൻ തയ്യാറായില്ല. ലക്ഷങ്ങൾ നൽകി വർഷങ്ങളായിട്ടും ഉപഭോക്താക്കൾക്ക് ഇനിയും ജെയിൻസ് ഗ്രൂപ്പ് ഫ്ളാറ്റുകൾ നൽകിയിട്ടില്ല. എന്നാൽ നിലവിലും വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുന്നു. കൊച്ചിയിൽ നിന്ന് വിനീത VG, ന്യൂസ് 18. ഹർത്താൽ പോലുള്ള പ്രതിഷേധങ്ങൾക്കിടെ കടകൾക്ക് നേരെ ആക്രമണമുണ്ടാകാൻ അനുവദിക്കില്ലെന്ന് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ സഞ്ജയ് കുമാർ ഗുരുദിൻ. നഗരത്തിൽ സമഗ്രമായ ട്രാഫിക് പരിഷ്കരണങ്ങൾ ഏർപ്പെടുത്തും. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യാപാരികളുമായുള്ള സിറ്റി പോലീസ് കമ്മീഷണർ സഞ്ജയ് കുമാർ ഗുരുദിന്റെ മുഖാമുഖത്തിൽ ഏറെ ഉയർന്നുകേട്ടത് ട്രാഫിക്കുമായി ബന്ധപ്പെട്ട പരാതികൾ. കിഡ്സൺ കോർണർ, മാനാഞ്ചിറ, അരീക്കാട്, കുന്നമംഗലം തുടങ്ങിയ സ്ഥലങ്ങളിലെ അനധികൃത പാർക്കിങ്ങും ഗതാഗതക്കുരുക്കും ദുസ്സഹമാണെന്നും വ്യാപാരികൾ പറഞ്ഞു. നഗരത്തിലെ ട്രാഫിക് പരിഷ്കരണത്തിനാവും തന്റെ മുഖ്യ പരിഗണനയെന്ന് കമ്മീഷണർ ഉറപ്പു നൽകി. ട്രാഫിക്കാണ് ഇറ്റ് ഈസ് മൈ പ്രയോറിറ്റി. ബിക്കോസ് ലോ ആൻഡ് ഓർഡർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്രൈം അതൊരു മേ ബി വർഷത്തിൽ 1-2 പ്രാവശ്യം ഉണ്ടാവും. അത്ര ഒരു പ്രധാനപ്പെട്ടല്ല. പക്ഷെ ട്രാഫിക്കാണ് ഈ എല്ലാ ദിവസവും ഓൾമോസ്റ്റ് എല്ലാ പോപ്പുലേഷനെ ബാധിക്കുന്നത്. നിരന്തരമായി ഉണ്ടാകുന്ന ഹർത്താലുകളും കടകൾക്ക് നേരെ ഉണ്ടാകുന്ന അക്രമങ്ങളും ചർച്ചയായി. മിഠായി തെരുവ് സംഭവം ആവർത്തിക്കില്ലെന്ന കമ്മീഷണറുടെ ഉറപ്പ്. നമുക്കൊരു എനി ഇൻപുട്ട് ഓർ എനി ഇന്റലിജൻസ് ബേസിസിൽ ഓർ എനി ഇൻഫോർമേഷൻ ബേസിസിൽ എന്തെങ്കിലും സ്ഥലത്ത് ഒരു കൂടുതൽ ലോ ആൻഡ് ഓർഡർ ഉണ്ടാവുന്ന സാധ്യത ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വിൽ പ്രൊവൈഡ് ഓൾ ദ പ്രൊട്ടക്ഷൻ. അതൊരു പ്രത്യേകമില്ല. ദാറ്റ് ഈസ് മൈ ഡ്യൂട്ടി. പാർക്കിങ്ങിന് വേണ്ടി മാറ്റിവെച്ച സ്ഥലങ്ങൾ മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ മുഖം നോക്കാതെ നടപടിയുണ്ടാകുമെന്നും കമ്മീഷണർ പറഞ്ഞു. പൊതുജനങ്ങളുടെ അഭിപ്രായം കൂടി പരിഗണിച്ചായിരിക്കും പരിഷ്കാരങ്ങൾ. ന്യൂസ് 18 കോഴിക്കോട്.
എറണാകുളം ജില്ലയിൽ സ്കൂൾ വിദ്യാർത്ഥികളെ ജൈവ കൃഷിയിലേക്കും കാർഷിക വൃത്തിയിലേക്കും ആകർഷിക്കുന്നതിനായുള്ള പദ്ധതി തുടങ്ങി. എറണാകുളം MP പ്രൊഫസർ KV തോമസിന്റെ വിദ്യാധനം ട്രസ്റ്റാണ് പദ്ധതി നടപ്പാക്കുന്നത്. കർഷകമിത്രം പദ്ധതി വിദ്യാർത്ഥികളെയാണ് ലക്ഷ്യമിടുന്നത്. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിൽ വികസിപ്പിച്ചെടുത്ത 10,000 കറിവേപ്പില തൈകൾ, ജൈവവളം, കാർഷിക പരിപാലനം സംബന്ധിച്ച ലഘുലേഖ എന്നിവ പദ്ധതിയുടെ ഭാഗമായി കുട്ടികളിലേക്ക് എത്തും. ഫോർട്ട് കൊച്ചി സാന്താക്രൂസ് സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഗവർണർ P. സദാശിവം പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളിലൂടെ മാത്രമേ കാർഷികാഭിരുചി തിരികെ കൊണ്ടുവരാൻ കഴിയൂ എന്ന് അദ്ദേഹം പറഞ്ഞു. Environmental protection. I understand that 10,000 curry leaf saplings are being planted by the students of the Ernakulam constituency, and in token of we handed over 7 because our MP represents 7 MLA constituencies, and that students of this school are being part of this greening drive. പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ വർഷം 25,000 കറിവേപ്പില തൈകൾ വിതരണം ചെയ്തു. 1,00,000 തൈകൾ ഇക്കുറിയും വിതരണം ചെയ്യും. കറിവേപ്പില തൈകൾക്ക് പുറമെ പച്ചക്കറി വിത്തുകളും നൽകുന്നുണ്ട്. എറണാകുളം പാർലമെന്റിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി തുടക്കം കുറിച്ച പദ്ധതി മറ്റു ക്ലാസുകളിലെ വിദ്യാർത്ഥികളിൽ കൂടി ഈ വർഷം മുതൽ നടപ്പാക്കി തുടങ്ങുമെന്ന് മാനേജിംഗ് ട്രസ്റ്റ് കൂടിയായ പ്രൊഫസർ KV തോമസ് MP പറഞ്ഞു. മേയർ സൗമിനി ജെയിൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് 18 കൊച്ചി. മക്കൾക്ക് കളിക്കാൻ മിനി ഓട്ടോറിക്ഷ നിർമ്മിച്ച് നൽകി സോഷ്യൽ മീഡിയയിലും വൈറലായിരിക്കുകയാണ് ഒരച്ഛൻ. 7.5 മാസം കൊണ്ടാണ് കട്ടപ്പന സ്വദേശി അരുൺകുമാർ മിനി ഓട്ടോ നിർമ്മിച്ചത്. ചെറുപ്പം മുതൽ വാഹനങ്ങളോട് ഏറെ താല്പര്യമുള്ള കട്ടപ്പന മൂത്തേടത്തുപറമ്പിൽ അരുൺകുമാർ പുരുഷോത്തമൻ മക്കൾക്ക് വേണ്ടി നിർമ്മിച്ച കുട്ടി ഓട്ടോറിക്ഷയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരം. ഇടുക്കി ജില്ലാ ആശുപത്രിയിലെ നഴ്സായ അരുൺ 7.5 മാസം കൊണ്ടാണ് മിനി ഓട്ടോറിക്ഷ നിർമ്മിച്ച് നിരത്തിലിറക്കിയത്. ഓട്ടോറിക്ഷയുടെ വെറുമൊരു മാതൃകയല്ല ഇത്, ശരിക്കും ഓട്ടോ തന്നെയാണ്. ഹെഡ്ലൈറ്റ്, ഇൻഡിക്കേറ്റർ, കിക്കർ, ഹാൻഡിൽ ബാർ, വൈപ്പർ, ഹോൺ തുടങ്ങി യഥാർത്ഥ ഓട്ടോറിക്ഷയ്ക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഇതിലുണ്ട്. മോഹൻലാലിന്റെ ഏയ് ഓട്ടോ സിനിമയിലെ സുന്ദരി ഓട്ടോയുടെ പേരും അതേ നമ്പറുമാണ് ഈ കുഞ്ഞൻ ഓട്ടോയ്ക്കും. പത്താം ക്ലാസ്സിൽ വെച്ച് JCBയുടെ വർക്കിംഗ് മോഡൽ ഉണ്ടാക്കിയതിന് സ്റ്റേറ്റ് ലെവലിൽ 1ാം സമ്മാനം കിട്ടി. അപ്പം അതായിരുന്നു ഒരു തുടക്കം. പിന്നീട് എല്ലാവരും പ്രോത്സാഹിപ്പിച്ചു. പിന്നെ പഠനത്തിലേക്ക് തിരിഞ്ഞു. പഠിച്ചൊരു ജോലി മേടിക്കണമെന്നായി. പിന്നെ കുഞ്ഞുങ്ങളുണ്ടായതിനു ശേഷം അവർക്ക് വേണ്ടിയിട്ട് വണ്ടികൾ ഇപ്പം സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ട് അതിൻ്റെതാണ് ഞാൻ സന്തോഷിക്കുന്നത്. പാട്ട് കേൾക്കാനുള്ള സംവിധാനം വരെ സുന്ദരിയിൽ ഒരുക്കിയിട്ടുണ്ട്. USB-യും മെമ്മറി കാർഡും ഉപയോഗിക്കാനും മൊബൈൽ ചാർജ് ചെയ്യാനുമുള്ള സ്ലോട്ടുകൾ ഓട്ടോയിലുണ്ട്. ബാറ്ററിയിലാണ് ഈ മിനിയേച്ചർ ഓട്ടോ ഓടുന്നത്. DTHന്റെ ഡിഷ് ഉപയോഗിച്ചാണ് മുൻഭാഗം നിർമ്മിച്ചിരിക്കുന്നത്. ഓട്ടോയുടെ നിർമ്മാണം മുതൽ കന്നിയോട്ടം വരെയുള്ള ഒരു വീഡിയോയും അരുൺ സ്വന്തമായി തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ഒരു ബേസ് ഉണ്ടാക്കിയിരിക്കുന്ന നമ്മുടെ പഴയ സ്റ്റൗ അടിച്ചു പരത്തിയിട്ട് ആ സ്റ്റൗവിന്റെ മെറ്റീരിയലാണ്, മെറ്റൽ പോർഷനാണ്. ഇത് പെൻഡ്രൈവ് കുത്താനുള്ളൊരു സ്പേസ് ഉണ്ട് ഇവിടെ. ഇതിനു മുൻപ് ജീപ്പും ബൈക്കും ഇദ്ദേഹം മക്കൾക്ക് വേണ്ടി നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി.